ഫ്രണ്ട്സ്, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് മൈക്രോ ഗ്രീൻ എന്ന് പറയുന്നത്. നമുക്ക് സാലഡ് ഉണ്ടാക്കാം, തോരൻ വെക്കാം, അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾ ഇതുകൊണ്ടുണ്ട്. നമുക്ക് മണ്ണില്ലാതെ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മളൊരു പാത്രത്തിൽ ഒരു കൈപ്പിടിയോളം മാത്രം ചെറുപയർ എടുക്കുക. ചെറുപയറിന് പകരം നിങ്ങൾക്ക് ഉലുവയോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം, ഉലുവ, കടല ഒക്കെ. അത് വെള്ളമൊഴിച്ച് ഒരു 6 മണിക്കൂർ നമ്മൾ കുതിരാൻ അനുവദിക്കുക. അതിനുശേഷം നമ്മൾ അത്യാവശ്യം ഉയരമുള്ളൊരു പാത്രം എടുക്കുക. ഉയരമില്ലാത്തതാണെങ്കിൽ കുഴപ്പമില്ല. ഞാനിവിടെ മൈക്രോഗ്രീൻ സാധാരണ ചെയ്യുന്നത് ഈ ഒരു സ്റ്റീൽ പാത്രത്തിലാണ്. അടുക്കളയിൽ അത്ര അത്യാവശ്യമില്ലാത്തൊരു പാത്രമാണ്. അപ്പം പിന്നെ വേണ്ടത് ന്യൂസ് പേപ്പറാണ്. ഇപ്പോൾ ടിഷ്യൂ പേപ്പർ ആയാലും എടുക്കാം. ഇപ്പം ന്യൂസ് പേപ്പറാണ് എല്ലാവരുടെ വീട്ടിലും പെട്ടെന്ന് കാണുന്നത്. അപ്പോൾ സംഭവം ന്യൂസ് പേപ്പറിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ന്യൂസ് പേപ്പർ ഒരു ദിവസത്തെ ഫുൾ ന്യൂസ് പേപ്പർ ഞാൻ ഇതിനായിട്ട് എടുക്കുന്നുണ്ട്. ഒരു 10-16 പേജ് കാണത്തില്ലേ. അപ്പോൾ അത് ചെറിയ ചെറിയ പീസുകളാക്കി ആ ഒരു പാത്രത്തിൽ ഒരു ബേസ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. നമ്മളൊരു പോട്ടിംഗ് മീഡിയ ഈ ഒരു സംഭവമാണ്. എന്നിട്ട് വേണ്ടതെന്ന് വെച്ചാൽ അത് നല്ലപോലെ കുതിർക്കുക. നമ്മൾ സാധാരണ ഈ മൈക്രോ ഗ്രീൻസ് സാലഡൊക്കെയാണ് ഉണ്ടാക്കാൻ വയ്ക്കുന്നത്. നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ ലുലുവിലൊക്കെ നമുക്ക് ചെന്നാൽ മൈക്രോ ഗ്രീൻസ് ടിന്നുകളിലായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെയൊക്കെ വില ആലോചിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിന് എളുപ്പം. കുതിർത്ത് വെച്ച പയറും നമ്മൾ അതുപോലെ തന്നെ ഒരു 3-4 മണിക്കൂർ അത് മുളയ്ക്കാൻ അനുവദിക്കുക. ആ വെള്ളം ഊറ്റി കളഞ്ഞാൽ മതി, അത് മുളച്ച് കിട്ടും. അപ്പോൾ ചെറുതായിട്ട് റൂട്ടൊക്കെ വന്നു തുടങ്ങിയത് നമ്മളിങ്ങനെ ആ ഒരു ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ വിതറിയിടുക. എല്ലാ ഭാഗത്തും ഒരുപോലെ വരാൻ ശ്രദ്ധിക്കണം. കുറച്ചധികം തിങ്ങി ഞെരുങ്ങിയിരിക്കുന്ന കാണാനാണ് കുറച്ചുകൂടി രസം. കാണാൻ ഇങ്ങനെ നിറഞ്ഞു വരും. അല്ലാതെ അവിടെ ഇവിടെ ആയിട്ട് നടുമ്പോഴത്തേക്ക് ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തിങ്ങി ഞെരുങ്ങി വരുന്ന രീതിയിൽ തന്നെ നമ്മൾ ആ പയർ വിത്തുകൾ ഇടണം. ഒരുപാട് ആവാതിരിക്കാനും ശ്രദ്ധിക്കണം. ചിലപ്പോൾ ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ്. നമ്മളിതിന് അത്യാവശ്യം ഒരു ബ്രൈറ്റ് ആയിട്ട് ഒരു വെട്ടം കിട്ടുന്ന ഏരിയയിൽ തന്നെ വെക്കണം. ഇരുട്ട് മുറിയിലൊന്നും വെക്കരുത്. നമ്മൾ കിച്ചണിൽ തന്നെ ആ ജനലിൻ്റെ ഓരത്ത് വെച്ചാൽ മതിയാവും. ഇപ്പം സെക്കൻഡ് ഡേയിൽ 1-2 പയർ ചെടികളൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്, മുളച്ച് തുടങ്ങിയിട്ടുണ്ട്, ലീഫൊക്കെ വന്നു തുടങ്ങി. ഇത് 5 ദിവസത്തിന് ശേഷമുള്ള പയർ ചെടിയാണ്. നമ്മൾ സ്ഥിരമായിട്ട് വെള്ളം ഒഴിക്കാൻ മറക്കരുത്. നമ്മൾ കയ്യിൽ കുടഞ്ഞ് 1 കൈയോളം വെള്ളം ദിവസവും ഒഴിച്ചു കൊടുക്കണം. നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിക്കണം. ഇതിപ്പം കറക്റ്റ് 8 ദിവസമായ പയർ ചെടിയാണ്. ഇത് നമുക്ക് കഴിക്കാൻ ഉപയോഗിക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്ത് തോരൻ വയ്ക്കുകയോ ഒക്കെ ചെയ്യാം. നല്ലപോലെ വളർന്നിട്ടുണ്ട്. ഇനിയും അതങ്ങനെ വളരാൻ സാധ്യതയില്ല. അപ്പം ഈ ഒരു ലെവലിൽ തന്നെ നമ്മൾ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതിപ്പോൾ എല്ലാം 2 ഇലയായി നിൽപ്പുണ്ട്, ഒരേ വലിപ്പത്തിൽ തന്നെ നിൽപ്പുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ പയറിലെ തോരൻ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്